നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് 690. കേരള നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും. കേരള നമ്പർ ആക്കിയിട്ട് 6,90,000 ഫോർച്യൂണർ കൊടുക്കുക. എത്ര കല്യാണത്തിനും കൊടുക്കുക, പുതിയ ഇറങ്ങാനും കൊടുക്കുക, എല്ലാത്തിനും പറ്റുന്നുണ്ട്. അത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് 10,90,000 രൂപ നെറ്റ് പ്രൈസ് ആണ്. ഒരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. അവർ 12 ലക്ഷം രൂപ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. NOC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ലോണും പാസ്സാണ്. എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഇതിന്റെ ഒരു പകുതി എമൗണ്ട് പെയ്ഡ് ആവണം. ബ്ലാക്ക് കളർ വണ്ടി നിങ്ങൾ NOC എടുത്തിട്ട് 5,15 ലക്ഷം രൂപ കൊടുക്കുക. 5,25,000 12 മോള് 5,25,000 ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്ന റേറ്റ് 9,90,000 രൂപ. 12 മോഡല് ന്യൂ മോഡൽ, കമ്പനി ന്യൂ മോഡൽ വരുന്ന വാഹനമാണ്. 12,50,000 രൂപ വിത്ത് NOC. ഇത് നമ്പർ ആക്കാൻ ഏകദേശം 1.25 ലക്ഷം രൂപ ചെലവുണ്ട്. ആ ലെവലിൽ വരൂലേ? അപ്പോ നമ്മളങ്ങനെ വീണ്ടും വണ്ടൂരുള്ള RB മോട്ടോഴ്സിൽ വീടെത്തിക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ ഒരു 10-20ഓളം വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. ചെറുവണ്ടി ഷോപ്പാണ്, അതേമാതിരി വലിയ വണ്ടി ഷോപ്പാണ്. നമ്മളെ കൂടുതൽ സമീർ ഭായി നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ ലൊക്കേഷൻ പറഞ്ഞു. മലപ്പുറം വണ്ടൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വന്നുള്ളത്. RB മോട്ടോഴ്സിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് ഒക്കെ നിങ്ങൾ പരിചയപ്പെട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ മാപ്പിലൊന്ന് ജസ്റ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. വണ്ടൂര് വന്നിട്ട് പുളിയക്കോടാണ് നമ്മളെ ലൊക്കേഷൻ വന്നുള്ളത്. മെയിൻ ഹൈവേ ഊട്ടി ടു തൃശ്ശൂർ റോഡാണ്. ഊട്ടി മൈസൂർ മുമ്പ് പോകുന്നത്. അത് തൊട്ട് ചാരി നമ്മളെ ഷോറൂം ഉള്ളത്. RB മോട്ടോഴ്സ് ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ലൊക്കേഷൻ വരും. ഇനി നമ്മളെ ഇന്നോവകള്, ക്രിസ്റ്റകള്, ഫോർച്യൂണറുകള് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരുപാട് വണ്ടികൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക്, റെഡി സ്റ്റോക്ക് ഉള്ള വാഹനങ്ങളുണ്ട്. പിന്നെ മഴക്കാലൊക്കെ ആയതുകൊണ്ട് വർക്ക്ഷോപ്പിൽ കൂടുതൽ വാഹനങ്ങൾ പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. അതും നമ്മളെ ഷോപ്പിന്റെ അടുത്ത് തന്നെ 100 മീറ്റർ അപ്പുറത്ത് തന്നെയാണ്. പോയി കണ്ട് അവിടുന്ന് നിങ്ങൾ വന്ന കണ്ടീഷനിൽ കാണാനും വർക്ക് എടുക്കുന്ന വർക്കൊക്കെ കാണാനും ഒക്കെ പറ്റും. എല്ലാ സൗകര്യവും ചെയ്യുന്നുണ്ട്. ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് വർക്ക് എടുക്കുന്നതും നിങ്ങൾ കണ്ടോളൂ. അതുപോലെ തന്നെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള വണ്ടികളൊക്കെ നല്ല പക്കാ നീറ്റ് ആൻഡ് ക്വാളിറ്റി പളുങ്ക് വണ്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് വന്ന കണ്ടീഷനിൽ എടുത്തോണ്ടാൻ പറ്റുന്ന വണ്ടികളാണ്. തരും ചെയ്യും നമുക്ക്. അതായത് അവർക്ക് വർക്ക് എടുക്കാനുള്ള അമൗണ്ട് ഒക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്. ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇന്നോവ ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് സ്റ്റോക്ക്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോണ് നമ്പറായ വാഹനങ്ങളിലാണ് കൂടുതൽ ലോൺ പാസ്സാകുക. ചില വാഹനങ്ങൾ നമ്മൾ NOC അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. NOC അടിച്ചാൽ തന്നെ ലോൺ പാസ്സാവും. അപ്പോൾ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഫുള്ള് നമുക്ക് പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റുന്ന വാഹനങ്ങളാണ്. ചെറുവണ്ടികൾ കുറെ ഉണ്ട്. ഇനിയിപ്പോ ഏകദേശം ഒരു 1.45-1.80 മുതലാണ് സ്വിഫ്റ്റ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 30,000 മുടക്കില് ചെറുവണ്ടികൾ NS, ആൾട്ടോൾ അങ്ങനെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ വീഡിയോയിൽ കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനലിൽ കാണുന്ന മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് ആയതുകൊണ്ട് നല്ല അടിപൊളി BMW ആണ്. 5 ലക്ഷം ഫിറ്റിംഗ്സിൽ വണ്ടി. നമ്മളെ ഉള്ളത് സമീർ ഭായി നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. 2010 മോഡല്, അതും 5 വർഷത്തെ പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യമോ ഒന്നും വണ്ടിയിലില്ല. അതും ഈ വാഹനത്തിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ 5 ലക്ഷം രൂപന്റെ എംസ്പോർട്ടിന്റെ കിറ്റ് കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടുണ്ട്. കേരള വാഹനാണ്. ഒരു റീപ്ലേസും ഇല്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2010 പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ വണ്ടിയാണ് നിങ്ങൾക്ക്. സൺറൂഫ് 5 സീരീസ് ആണോ? 5 സീരീസ് ആണ്. സൺറൂഫ് കാര്യങ്ങൾ, ഇവിടെ LCD കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ. ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലേ? ഒരു അപാകതയും ഇല്ലാത്ത നല്ല ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ലുക്കിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന ഈ ഒരു വാഹനം. ചെക്കന്മാർക്ക് അടിച്ചു പിടിച്ച് നടക്കാം, കല്യാണത്തിനും കൊടുക്കാം, പുതിയ ഇറങ്ങാനും കൊടുക്കാം, എല്ലാം പറ്റുന്നുണ്ട്. അത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് 10,90,000 രൂപ നെറ്റ് പ്രൈസ് ആണ്. ഒരു പാർക്ക് ആൻഡ് സെയിൽ വാഹനമാണ്. അവർ 12 ലക്ഷം രൂപ പറഞ്ഞു ഇവിടെ കൊണ്ടുവന്നിട്ട വണ്ടിയാണ്. നമ്മൾ മാക്സിമം ബാർഗെയിൻ ചെയ്തിട്ട്. അതെ. അതുപോലെ തന്നെ ഈ ഒരു ബമ്പർ നമുക്ക് സീറ്റിംഗ് ആക്കി കൊടുക്കാണ്ട്. അതായത് ചെറിയൊരു അടിഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് പെയിന്റ് ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കി പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാൻ പറ്റും. 1 lakh മൈൽസ് ആണ് ഓടിയിട്ടുള്ളത്. 2010 മോഡലാണ്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. വേറെ അപാകതകളോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് പരിപാടിയില്ല. സൺറൂഫുള്ള വണ്ടിയില്ല. അതെ.
അതെ ഇതിന്റെ സർവീസിന്റെ ലാസ്റ്റ് 2 സർവീസ് ചെയ്തതിന്റെ PDF അവർ അയച്ചിട്ടുണ്ട്. ലാസ്റ്റ് സർവീസ് ചെയ്തതിന്റെ അതും നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. നിങ്ങൾക്ക് വണ്ടി നമ്പർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് കിട്ടും. ഒറിജിനൽ കേരള വാഹനമാണ്. ഈ ഒരു റേറ്റിന് ഈ എം സ്പോർട്ടിന്റെ ഇതേ ക്വാളിറ്റിയുള്ള ഗ്രില്ലും ഇതൊക്കെ ചെയ്ത വാഹനം വളരെ റയർ ആയിട്ട് കിട്ടുള്ളൂ. അതെ, ഈ വില കിട്ടൂല, ഒരു സംശയമില്ല. അതെ, 10,90,000 ചോദിക്കണം. 5 ലക്ഷം രൂപ ഫിറ്റിംഗ്സിലുണ്ട്. അതെ, ഈ ലോണൊന്നും കയറില്ലല്ലോ, റെഡി പേയ്മെന്റ് വേണം, ലോണും കാര്യങ്ങളൊന്നും. അതെ, അത് നമ്മൾ പറയുന്നത്. അതേപോലെ അടിപൊളി ഇന്നോവ ഉള്ള ചെറിയ കാര്യം ഉണ്ടല്ലേ, MP വണ്ടി, MP മധ്യപ്രദേശ് 2012 മോഡല്. ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റ് 5,25,000 രൂപ കൊടുക്കാം. 5,25,000 2012 മോഡല്, അതും അടിപൊളി വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് സസ്പെൻഷൻ കിറ്റ് മൊത്തം മാറി. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ചെറിയ ജാം ഉണ്ടായിരുന്നു, അപ്പൊ ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ മൊത്തം മാറി. അതുപോലെ തന്നെ ക്ലച്ച് ഡിസ്ക് കാര്യങ്ങൾ അതും മാറിയിട്ടുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് ഇനി ഒരു ഭാഗം ചിന്തിക്കാല്ല, ഒന്ന് പോളിഷ് ചെയ്യാണ്ട് അത് നമ്മൾ പോളിഷ് ചെയ്ത് തരും. 8 സീറ്റ് വണ്ടി 2012 MP വണ്ടിയാണ്. G4 അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ബാക്ക് വൈപ്പർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഉണ്ട്. ഗ്രേ കളർ വണ്ടി നിങ്ങൾ NOC എടുത്തിട്ട് 5,15 ലക്ഷം രൂപ കൊടുക്കാം. 5,25,000 12 മോള് 5,25,000 രൂപയ്ക്ക് NOC വണ്ടി തരും. ക്ലിയർ ആക്കിയിട്ട് തരാൻ പറ്റും. ഈ റേറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കോളി. വേറെ റീപ്ലേസ് കാര്യങ്ങളും മേജർ ആയിട്ടുള്ള ഒന്നും വണ്ടിയിലില്ല. അത് നിങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങൾ അതും കിട്ടും. MP07 BA 2897 നമ്പർ അടിച്ച ഹിസ്റ്ററിയും കിട്ടും. അതെ, 5,15 ലക്ഷം രൂപയ്ക്ക് NOC വണ്ടി തരും. ക്ലിയർ ആക്കി തരുള്ളൂ. അത് വന്ന കണ്ടീഷനിലാണ് ഇപ്പൊ ഉള്ളത്. മെക്കാനിക് സൈഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്യാനുള്ളൂ. പോളിഷും ചെയ്തിട്ട് തരാൻ പറ്റും. ലോൺ നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ലക്ഷം വരെ ലോൺ ചെയ്യും. നമ്പർ ആക്കാനൊക്കെ 25 രൂപന്റെ ചെലവുള്ളൂ കേട്ടോ. നമ്പർ ആക്കാനൊക്കെ 25,000 രൂപന്റെ ചെലവുള്ളൂ. 15,000 ഇന്നോവ അടിപൊളി ക്രിസ്റ്റ. ഇത് 20 മോഡൽ Z ഓട്ടോമാറ്റിക്. 20 മോഡൽ ഉണ്ട്. 20 മോഡൽ Z ഓട്ടോമാറ്റിക് 2.4 ഓട്ടോമാറ്റിക് നിങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ 17,90,000 രൂപക്ക് ചോദിക്കുന്നത് 17,90,000 കൊടുക്കാം. 40,000 കുറച്ചു. 17,90,000 ചോദിച്ച സെറ്റ് ഓട്ടോമാറ്റിക്കൽ 16 ലക്ഷം രൂപ വണ്ടി കൊടുക്കില്ല. അതെ, കിടിലം വണ്ടിയില്ലേ. സിംഗിൾ ഓണർ ആണ്. 2020 മോഡല്. A to Z കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ബട്ടൺ സ്റ്റാർട്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആകുമ്പോൾ Z ഓട്ടോമാറ്റിക് ആകുമ്പോൾ നിങ്ങൾ അന്വേഷിച്ചോളൂ. ഈ ഒരു പ്രൈസ് റേഞ്ച് വളരെ റയർ ആണ്. ഈ വില കിട്ടൂല. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊക്കെ ഫുൾ ഗ്യാരണ്ടി ആണ്. നമ്പർ നോക്കിക്കോളി. ഫാൻസി നമ്പർ ഒക്കെ ഉള്ള സിംഗിൾ ഓണർ വാഹനം നിങ്ങൾക്ക് തരുന്ന റേറ്റ് 10,000 രൂപ. 10,000 ലക്ഷം രൂപയ്ക്ക് 10 മാസം വരുന്ന സിംഗിൾ ഓണർ വണ്ടി Z ഓട്ടോമാറ്റിക്. അതും 16 കിലോമീറ്റർ 15 കിലോമീറ്റർ ഒക്കെ മൈലേജ് നമുക്ക് Z ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടും. അതെ, ലോണൊക്കെ ആണെങ്കിലോ ലോൺ നമ്പർ ആയി അല്ലെങ്കിൽ NOC നിങ്ങളെ പേർക്ക് എടുത്തു എങ്കിൽ മാത്രമേ ലോൺ കയറുള്ളൂ. NOC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് ലോണും പാസ്സാണ്. എടുക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഇതിന്റെ ഒരു പകുതി എമൗണ്ട് പെയ്ഡ് ആവണം. NOC അടിക്കുള്ളൂ. വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ 80%, 90% പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. അതെ, എന്തായാലും വിളിച്ചോളൂ. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മെമ്മറി കയറ്റി തന്നിട്ടേ വിടുള്ളൂ. അതെ, എല്ലാ വാഹനത്തിന്റെയും ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എല്ലാ വാഹനത്തിന്റെയും നമ്പർ നമ്മൾ ഐഡിയ ചെയ്യില്ല. നമ്മളെ RB മോട്ടോഴ്സിന്റെ ബോർഡ് ഒന്നും ഇവിടെ വെക്കൂല. ഹിസ്റ്ററി ഇല്ലാത്ത ഒരു വണ്ടിയും നമ്മൾ ക്രിസ്റ്റയിലും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കലില്ല. ഓക്കെ ഉള്ള വാഹനങ്ങൾ. അടുത്ത വണ്ടി അതേമാതിരി തന്നെ ക്രിസ്റ്റകളാണ്. ഓട്ടോമാറ്റിക് അല്ല, G+ ഓട്ടോമാറ്റിക്. 18 മോഡൽ G+ ഓട്ടോമാറ്റിക്. 1,40,000 കിലോമീറ്റർ. ഫുൾ കമ്പനി ഹിസ്റ്ററി. വേറെ അപാകതകൾ, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഒരു പരിപാടിയില്ല. സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ എല്ലാ ഭാഗവും ഓക്കെ. നിങ്ങൾ എടുക്കുന്ന കസ്റ്റമർക്ക് വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. സ്റ്റാരിംഗ് കൺട്രോള്, അതുപോലെ തന്നെ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാം, സെൻസർ, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 4 യോക്കോമന്റെ പുതിയ ടയർ ഉണ്ട്. ഇൻഷുറൻസ് 14.5 ലക്ഷം രൂപ ID ഉണ്ട്. റേറ്റ് 14 രൂപന് ചോദിച്ചിട്ടുള്ളത് 13.5 കൊടുക്കാം. പിന്നെ കുറച്ചു 13.5 വണ്ടി കൊടുക്കാം. 14 വണ്ടിക്ക് 1 ലക്ഷം കുറച്ചാണ് 13 ലക്ഷം രൂപ കൊടുക്കും. അതെ, NOC ഇഷ്യൂ ആയ വണ്ടിയാണ്. നിലമ്പൂർക്ക് NOC ഇഷ്യൂ ആയ വണ്ടിയാണ്. അപ്പൊ ലോണും കയറും. നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ തന്നെ ലോണും കയറും. ഈ മാക്സിമം ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി 1 ലക്ഷം 2 ലക്ഷം മുടക്കാണെങ്കിൽ
മാക്സിമം ലോൺ എത്തി ഇത് കൊടുക്കുക. നമ്പർ ആക്കാനുള്ള എക്സ്പെൻസ് പറഞ്ഞാൽ ഏകദേശം ഒരു 140 to 160 ഉള്ളിലാണ് നമ്പർ ആക്കാനുള്ള. കേരള നമ്പർ ആക്കാനുള്ള റേറ്റ് ഉണ്ടല്ലോ ടാക്സ് അടച്ച് തരാനുള്ളത്. 13.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കുക. മറ്റേ 140 കമ്പനി സർവീസുള്ള വാഹനമാണ്. അതും ടൈപ്പ് 3 കൺവേർഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾ അന്വേഷിക്കുകയാണെങ്കിൽ 2.8 അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. വണ്ടി കൊടുക്കാറല്ലേ? അതാണ് എന്തായാലും ഒരു 10-15 മൈലേജ് കിട്ടും. 15 കിലോമീറ്റർ മൈലേജ് കിട്ടും. കിട്ടൂല അല്ലേ? അതേമാതിരി വീണ്ടും ഗ്രേ കളറുള്ള ഗ്രേ ഫിനിഷ്. ഇത് 19 മോഡല്. 19 മോഡൽ ഇപ്പൊ നമ്മൾ NOC അടിച്ചു. അങ്ങനെ NOC കുറച്ച് സമയം ഡിലേ വരുന്നുണ്ട്. MH-ലാണെങ്കിൽ തന്നെ 1 മാസത്തോളം RTOസിലൊക്കെ അവിടെ അവധിയായിരുന്നു. അതായത് അവിടുത്തെ ഓഫീസർമാർക്ക് ശമ്പളം കുറവാണെന്നുള്ള സമരത്തിലായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ NOC-ക്കൊക്കെ കൊടുക്കുകയാണ്. കാരണം അഥവാ സമരം നീണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും കരുതിട്ട് NOC അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. 2019 മോഡല് സിംഗിൾ ഓണർ 12.5 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് ഇന്നോവ ക്രിസ്റ്റ കൊടുക്കാം. അതെ അതെ. അതും ഗ്യാരണ്ടി വണ്ടില്ല. ഗ്രേ കളർ ആണ്. നല്ല ടയർ കണ്ടീഷൻ ഒക്കെ 90% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടി 19 4 മാസം രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് 2.4 മാനുവൽ G+ വരുന്ന MH രജിസ്ട്രേഷൻ വണ്ടി 12,50,000 രൂപ വിത്ത് NOC. ഇത് നമ്പർ ആക്കാൻ ഏകദേശം 1.25 ലക്ഷം രൂപ ചെലവുണ്ട്. ആ ലെവലിൽ വരൂല്ലേ? ലോണാണ്. ലോൺ കയറ്റി തരാൻ എന്തായാലും 1-2 ലക്ഷം മുടക്കിയാലേ ലോണും കയറും. 1-2 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ലോണും കയറും. അത് നിങ്ങളെ സിബില്, ബാങ്കിങ്, ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ ഫുള്ള് ലോണും കയറും. ഫുൾ ഓണറോ? നമ്പർ ആയാലേ ഫുൾ ഓണും കയറും. ക്രിസ്റ്റൽ ഓട്ടോമാറ്റിക് ഒക്കെ മാനുവൽ ഒക്കെ ഫുൾ ഓണാണ്. അതേപോലെ ഫോർച്യൂണറിന്റെ ചാകരാണ് അല്ലേ? അതെ. ഫോർച്യൂണർ നമുക്കിപ്പോ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് 2 ഉണ്ട്. ഇത് അഡ്വാൻസ് ആയതാണ്. നമുക്ക് അഡ്വാൻസ് ആകാത്ത വേറെ ഉണ്ട്. അവിടെ ഉണ്ട് വൈറ്റ്. പല ഭാഗത്തുണ്ടല്ലേ? കണ്ടമാനം വണ്ടികൾ പറയുന്നത്. 6,90,000 രൂപക്ക് 2 വാഹനം ഉണ്ട് ഫോർച്യൂണർ. അതെ, 6,90,000 രൂപയ്ക്ക് ഒരു ഫോർച്യൂണർ ആണ്. അങ്ങനത്തെ 2 ഉണ്ട് പറഞ്ഞത്. അതെ. ഈ ഫോർച്യൂണർ മോഡൽ 2012 മോഡല്. 12 മോഡൽ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും GR സ്പോർട്ടിന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം അതെ. വേറെ റീപ്ലേസ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. മേജർ അപ്രോണ് കാര്യങ്ങളോ വർക്കും കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഒരു പരിപാടി ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് റേറ്റ് തരുന്നത് നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരുന്ന റേറ്റ് 9,90,000 രൂപ. 12 മോഡല് ന്യൂ മോഡൽ, കമ്പനി ന്യൂ മോഡൽ വരുന്ന വാഹനമാണ്. 12 ലക്ഷം 12 മോഡൽ വരുന്ന വാഹനം 9,90,000 രൂപ. വണ്ടി കൊടുക്കൂല. 10 ലക്ഷം ലോണും കിട്ടും. ലോൺ ഒരു 8 ലക്ഷം 7 ലക്ഷം രൂപ ലോൺ കിട്ടും. മാക്സിമം ലോൺ കയറും. അതെ, ചെറിയ മുടക്കിൽ വണ്ടി ഇറക്കാം. അതെ, ഫുള്ള് സെറ്റപ്പ്, ഫുൾ ഫിറ്റിംഗ്സ്. അതേമാതിരി ബ്ലാക്ക് കൊടുത്താണ്. നമ്മൾ സോൾഡ് ഔട്ട് ആയതാണ്. ബ്ലാക്ക് കളർ സോൾഡ് ഔട്ട് ആയതിന്റെ ബാക്ക് തൊട്ട് ഒന്നുണ്ട്. അത് വേറെ കാണിച്ചു കൊടുക്കാം. ഈ വൈറ്റ് തന്നെ HR ഇതും പുതിയ പേപ്പർ എടുത്ത വണ്ടി. അതായത് 5 കൊല്ലത്തെ പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ്, കേരളത്തിലോട്ട് നിലമ്പൂരിലോട്ട് നമ്പർ ആയിട്ട് എല്ലാ പേപ്പറും ക്ലിയറിൽ 9.25 ലക്ഷം രൂപ കൊടുക്കും. 9.25 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ 2.25 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ്. 2.25 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ്. GR സ്പോർട്ടിന്റെ ഗ്രില്ല്, ടൈലൈറ്റ്, ഹെഡ്ലൈറ്റ് ഒക്കെ GR സ്പോർട്ടിന്റെ എല്ലാതും. അതുപോലെ തന്നെ ഫ്രണ്ട് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് എല്ലാ ഫിറ്റിംഗ്സും ഉള്ള അടിപൊളി ടയർ, വീല് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനമാണ്. 4 വീൽ കേട്ടോ. 4x4 ആണ്. 2031 വരെ പുതിയ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാ, വാലിഡിറ്റി ഉണ്ട്. റേറ്റ് ഓഫർ ഉണ്ട് 9.25 ലക്ഷം രൂപ. 9.25 ലക്ഷം രൂപയ്ക്ക് ഫോർച്യൂണർ കൊടുക്കും. അത് 2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ്. ആവശ്യക്കാർ വന്ന നെറ്റി പോകണ്ട വന്ന് കൊണ്ടുപോയി. അതാണ്. ഇനി അടുത്തത് ഡൽഹി വണ്ടി ഉണ്ട്. ഇനി നമുക്ക് സിക്കിമാണ്. ഇത് സ്വർണ്ണ അത് സ്വർണ്ണല്ലേ? അവിടെ ഒരു MLN-ന്റെ വണ്ടിയാണ്. അതെ. 2012 മോഡല്. 12 മോഡല് ഓട്ടോമാറ്റിക് ആണ്. ടൂ വീല് ഓട്ടോമാറ്റിക്. ഈ ഒരു വാഹനം NOC-ല് 9.25 ലക്ഷം രൂപ. NOC-ല് 9.25 ലക്ഷം രൂപ കൊടുക്കുക. വണ്ടിമേ റീപ്ലേസോ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു പരിപാടി. 1.50 ഈ വാഹനം ഓടിയിട്ടുണ്ട്. വിത്ത് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. 8 സീറ്റ് അതെ, 8 സീറ്റ് വണ്ടിയാണ്. പക്ഷെ സീറ്റിംഗ് കപ്പാസിറ്റി വരെ 7 ആയിരിക്കും. 7 ആയിരിക്കും അല്ലേ? കപ്പാസിറ്റി 7 ഇരിക്കുന്നവർക്ക് 8, 9, 10 ഒക്കെ ഇരിക്കാൻ പറ്റും. അതെ. ഇതും ഒരു ഓഫർ റേറ്റ് ആണ്. 9.25 ലക്ഷം രൂപ. 9.25 ലക്ഷം രൂപ. എത്ര മോള്? 12 മോള്. 12 മോള് 9.25 ലക്ഷം രൂപ NOC-ല്. അതെ.
നല്ല വൃത്തിയുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ നമ്പർ ആയിട്ടുള്ള വാഹനം, കേരള നമ്പർ KL71 GR സ്പോർട്ടിന്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ടൈലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ ഭാഗവും ഓക്കെ. ഇതും 2 ലക്ഷം രൂപന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം. 2 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉണ്ട്. അതെ, എല്ലാ ഫോർച്ചും ഫിറ്റിംഗ്സ് ഉണ്ട് അല്ലേ? പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ്, പുതിയ ഇൻഷുറൻസ് എല്ലാം ഓക്കെ. എല്ലാം പുതിയത്. 5 കൊല്ലത്തേക്ക് പുതിയ കാര്യങ്ങൾ ചിന്തിക്കേ വേണ്ട. 2031 ജൂൺ വരെയുള്ള എല്ലാ ഭാഗം പുതിയത്. ക്ലിയർ ആണല്ലേ? ഈ ലൈറ്റ് ഒക്കെ എല്ലാം കത്തും. ഈ ഒരു ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വാഹനത്തിന്റെ റേറ്റ് 9.25 ലക്ഷം രൂപ. 9.25 ലക്ഷം രൂപയ്ക്ക് 1, 2, 3, 4, 4-5 വണ്ടികൾ കൊടുക്കും. 4 വീലാണ് 11 മോഡല്, നല്ല കിണ്ണം വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു. നമ്മളെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട്. 9.25 ലക്ഷം രൂപയ്ക്ക് 1 അല്ല 2 അല്ല 4-5 ഫോർച്യൂണർ. ഈ ഫോർച്യൂണർ ഇത് 690 HR ആണല്ലേ? HR 90 നമ്പർ NOC നമ്മളെ പേരിൽ എടുത്തിട്ടോ. നമ്പർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ആണ് 690. കേരള നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് കൊടുക്കും. കേരള നമ്പർ ആക്കിയിട്ട് 6,96,000 രൂപയ്ക്ക് ഫോർച്യൂണർ കൊടുക്കുക. എത്ര മോഡൽ? 2010 മോഡല്, 10 ലാസ്റ്റ് മോഡൽ വരുന്ന ഫുൾ പേപ്പർ ക്ലിയർ 690 ഫോർച്യൂണർ കൊടുക്കുക. അതിന് നമുക്ക് 5 ലക്ഷത്തിന്റെ 6 ലക്ഷത്തിന്റെ ഉള്ളിൽ ലോൺ ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 2 ഫോർച്യൂണർ ഉണ്ടാവും. അതെ, 1 ലക്ഷം രൂപ 2 ഫോർച്യൂണർ ക്ലിയർ ആകൂലേ? ഒന്ന് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയി കൊടുക്കൂലേ? അതെ, നല്ല വൃത്തിയുണ്ടല്ലേ? നമുക്ക് 4 വീലാണ്. 4 വീലും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഈ ഒരു വാഹനമൊക്കെ നമുക്ക് ഓഫർ റേറ്റ് ആണ് കേട്ടോ. 6,90,000 രൂപക്ക് പുതിയ പേപ്പർ, പുതിയ ടാക്സ്, പുതിയ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് തരുന്നത്. ഈ KL നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ടാണ്. അതിന് 1 ലക്ഷം മുടക്കിയാലും മാത്രം മതി, ബാക്കി ലോൺ 1-1.5 ലക്ഷം മുടക്കിയ ബാക്കി ലോൺ ചെയ്യില്ല. ആ വിലക്കൊന്നും ഈ സാധനം കിട്ടൂലേ? തീർച്ചയായിട്ടും നല്ല അടിപൊളി. ഇത് പെരി ഉണ്ടായാൽ മതി. ഒരു ഇതുമൊക്കെ നമുക്ക് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഫിറ്റിംഗ്സ് ചെയ്യുന്ന ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു. 15 വണ്ടി ഉണ്ടായിരുന്നു. അതിലൊരു 5-8 വണ്ടികൾ പോയിട്ടുണ്ട്. ബാക്കിയുള്ള വണ്ടികളുണ്ട്. ഇപ്പൊ ഈ വണ്ടിയൊക്കെ ഇന്നലെ നമ്പർ ആയതാ, ഇന്നലെ ആയിട്ടുള്ളൂ. ലോൺ ചെയ്യുന്ന ആളുകൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് ലോൺ പാസ്സാവും. ഒരു 6 ലക്ഷം വരെ നമുക്ക് സിമ്പിൾ ആയിട്ട് ലോൺ പാസ്സാകാം. പിന്നെ 7 ലക്ഷം വരെ നമുക്ക് ലോൺ കിട്ടും. അത് സിബിലിനും ബാങ്കിങ് നോക്കിയിട്ടാണല്ലേ? 1-2 ലക്ഷം മുടക്കിക്കോട്ടെ, അതല്ലേ? എന്നാലേ ഒരു മെന ഉണ്ടാവും. ഇതൊക്കെ 1 ലക്ഷം മുടക്കി കൊണ്ടുപോകും. അതേപോലെ ക്രിസ്റ്റകളുണ്ടല്ലോ. ക്രിസ്റ്റകൾ 2016-17 റേഷ്യർ, സിംഗിൾ ഓണർ, Z ഓട്ടോമാറ്റിക്. 1390 കൊടുക്കാം. എത്ര ഓടിയിരുന്നാല്? ഓടി 2 ലക്ഷം കിലോമീറ്റർ ഓടിന്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ, Z ഓട്ടോമാറ്റിക്. സീറ്റ് കാര്യങ്ങൾ ഒക്കെ ഉഷാറാണ്. വന്ന കണ്ടീഷനിൽ ഒരാഴ്ചക്കകം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പേർക്ക് NOC തരാൻ പറ്റും. എടുത്തിട്ട് കൊടുക്കും. ചെറിയ ടച്ചിങ് ചെയ്യാണ്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. വേറെ മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, ടോട്ടൽ ലോസ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി അതും AU 3011 ഫുൾ ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തോളി, എടുത്തോളി. 2.4 അല്ല 2.8 ഓട്ടോമാറ്റിക് ആണ്. Z ഓട്ടോമാറ്റിക്. റേറ്റ് ആണ് 13,90,000 രൂപ. 13,90,000 വണ്ടി കൊടുക്കും. Z ഓട്ടോമാറ്റിക്. അതെ, ഈ വിലക്കൊന്നും കിട്ടൂല. നോക്കിക്കോളാം. മേജർ ആക്സിഡന്റോ ടോൾഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ള അതെ. അതേപോലെ മുന്തിരി കളർ ഉണ്ടല്ലോ ക്രിസ്റ്റ. ഇത് 17 മോഡല്. 17 മോഡല് ക്രിസ്റ്റ. 2.4 മാനുവല്, വി ഓപ്ഷൻ. വി ആണ്. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരും. 1.34 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഫുൾ ഹിസ്റ്ററി നിങ്ങൾ ചെക്ക് ചെയ്തോളി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് ഉള്ള വണ്ടിയാണ്. വി ആണ്. അതുപോലെ തന്നെ സെഡിന്റെ വീലും കാര്യങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് കവർ ചെറിയ പൊട്ടുണ്ട്, അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ആ സീറ്റ് കവറിന് ചെറിയ ക്ലിയർ ആക്കി കൊടുക്കാം. വേറെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും റേറ്റ് ഓഫർ 12,90. വി ഓപ്ഷൻ കൊടുക്കാം. അത് കേരള നമ്പർ ആയിട്ടല്ലോ. അല്ല, NOC നമ്മൾ കൊടുക്കേണ്ടത്. നല്ല വൃത്തിയുണ്ടല്ലേ? ഇതിന്റെ പ്രത്യേകത വെച്ചാല് നിലവിൽ NOC അടിച്ചിട്ടുണ്ട്. ഈ കണ്ടീഷനിൽ തന്നെ ഫുള്ള് ലോൺ ചെയ്തതാ. ഫുൾ ഓണോ? പൈസ കൊടുക്കണ്ട. NOC തന്നെ ഫുള്ള് ലോൺ ചെയ്തെടുക്കാം. അപ്പൊ NOC എടുത്തതുകൊണ്ടാണ് പറയുന്നത്. നമ്മളെ പേരിലോട്ട് NOC എടുത്തിരുന്നത്. അപ്പൊ നിങ്ങൾ വരിക, നമ്പർ ആക്കാനുള്ള പേയ്മെന്റ് നിങ്ങൾ മനസ്സിൽ കാണുക. അതും നമുക്ക് ചിലപ്പോൾ ക്യാഷ് ബാക്കിൽ കൊണ്ടുപോകാം. പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഇന്നോവകൾ 1, 2, 3 വണ്ടികളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അതെ. ക്രിസ്റ്റകൾ, ഈ വാഹനങ്ങളും ക്രിസ്റ്റകളാണ്. 2020 മോഡൽ കേരള വണ്ടി. ഇത് പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വണ്ടിയാണ്.
2020 മോഡല് സെക്കൻഡ് ഓണറാണ്. 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. G+ ആണ്. G+ ആകുമ്പോ ഇതിന്റെ ഒരുപാട് ഫിറ്റിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ. മറ്റേ ഫ്രണ്ട് ക്യാം, 360 ക്യാമറ, അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ, 8 സീറ്റ് വണ്ടി, കമ്പനി 8 സീറ്റ് വരുന്ന വണ്ടിയാണ്. സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 3 ആണ് വേരിയന്റ് വേർഷൻ വരുന്നത്. ടൈപ്പ് 3 ഞങ്ങൾ ആക്കിയതാണ് കസ്റ്റമർ. റേറ്റ് 18.5 ലക്ഷം രൂപയാണ് ആസ്കിങ് ചെയ്തിട്ടുണ്ട്. 18 ലക്ഷം ചോദിക്കേണ്ടതാണ്, ആസ്കിങ് ആണ്. റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർട്ടിയോട് മാക്സിമം ബാർഗൈൻ ചെയ്ത് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. ലോൺ നമുക്കൊരു ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. പൈസ കൊടുക്കണ്ട. സ്കോർ കാര്യങ്ങളൊക്കെ മാക്സിമം ലോൺ ആണല്ലേ. വെള്ള കളർ KL71P 2044 ഫാൻസി നമ്പർ. 2044 ഫാൻസി നമ്പർ. ഇനി 2-3 വണ്ടികളൊക്കെ നമ്പർ ആക്കിയത് അതിലൊക്കെ 12,50,000 രൂപ. ഈ വെള്ള ക്രിസ്റ്റ്യൻ കൊടുക്കും 12,54,000 രൂപ. 50,000 ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഓണർ വണ്ടിയായിരുന്നു, UP വണ്ടിയായിരുന്നു. നമ്മൾ പേരിക്കുമ്പോ NOC എടുത്ത് നമ്പറായി, ടാക്സ് അടച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. 12,50,000 രൂപക്ക് ഫുള്ള് ലോണ്. ഫുൾ ലോണില്ല, ക്രിസ്റ്റ 1-2 എന്നല്ല കേട്ടോ, ഒരു 3-4 വണ്ടികൾ ഫുള്ള് ലോൺ. നിലവിലെ സ്റ്റോക്ക് ഉണ്ട്, അതൊക്കെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. അത് നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം ലോൺ ആട്ടോ. പ്രൊഫൈൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു, ചുണ്ടും ചെന്നും കൊണ്ടൊന്നും കിട്ടൂല. അതെ, അതായത് കസ്റ്റമറുടെ പ്രൊഫൈൽ മാത്രമേ പറ്റുള്ളൂ. കാരണം ബാങ്കിങ്, ഇൻകം പ്രൂഫ്, സിബിൽ സ്കോർ. അത്യാവശ്യം സിബിൽ കുറവുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒരു 80%, 90% ചെയ്യാൻ പറ്റും. 100% കിട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിങ്, ഇൻകം പ്രൂഫ് ഉണ്ടാവണം. ടാക്സ് ഇതൊക്കെ അടക്കണോ, നമ്മള് കളിയാക്കിയതല്ല, നമ്മളൊരു ആവറേജ് കണക്കാ പറഞ്ഞത്. വന്നുകാണെങ്കിൽ ഫുൾ ഓൺ കയറി വെച്ചാണ്ട് അങ്ങനെ കയറൂല. സിബിൽ കാര്യങ്ങളൊക്കെ മാക്സിമം കയറുള്ളൂ. 1, 2, 3 വണ്ടികളല്ല, ഒരു മിനിമം ഒരു 6 ക്രിസ്റ്റ ഫുള്ള് ലോണിൽ മാത്രം ഉണ്ട്. സാറുണ്ടല്ലേ, സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ വന്നോളില്ലേ. അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ക്രിസ്റ്റ 2016 മോഡൽ G+ ഓട്ടോമാറ്റിക്. അതും കിണ്ണം വണ്ടി കേട്ടോ. അത് ഒരുപാട് കിടിലം വണ്ടി. 4 പുത്തൻ ടയർ, അതുപോലെ തന്നെ നല്ല ലെതർ സീറ്റ് കവർ, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് വിത്ത് ഷോറൂം ഹിസ്റ്ററിയാണ്. 2016 വണ്ടി. ഓഫർ റേറ്റ് 12.5 ലക്ഷം രൂപ. ഓട്ടോമാറ്റിക് G+ ഓട്ടോമാറ്റിക് 12,50,000 രൂപ വണ്ടി കൊടുക്കും, കുറച്ച് കൊടുക്കും. അതെ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ, നമ്മുടെ ഡയമണ്ടിന്റെ സ്റ്റീരിയോ ആണ്. ലെതർ സീറ്റ് കവർ ഉണ്ട്. മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ടയർ 4 പുതിയതാണ്. വിത്ത് 2026 വരെ ഫുൾ സർവീസ് കമ്പനിയിലുണ്ട്. ലോൺ നമുക്ക് NOC നിങ്ങളെ പേർക്ക് എടുത്താൽ തന്നെ ഫുള്ള് ലോൺ പാസ്സാവും. NOC ഫുൾ ലോൺ ആണ്, പൈസ മുടക്കും വേണ്ട. അങ്ങനെ കൊടുക്കാം. അതെ, വീണ്ടും ഇത് ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്പർ ആയിട്ടുള്ള വണ്ടി കേട്ടോ. കേരള KL71 നമ്പർ ആയിട്ടുണ്ട്. നമ്പർ ബോർഡ് വെച്ചാൽ മതി. 2000 പുതിയ ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട്. കേരളത്തിലോട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് നമ്പർ ആയിട്ടുണ്ട്. KL71P നമ്പർ വരുന്നത്. റേറ്റ് വന്നുള്ളത് 12.25 ലക്ഷം രൂപ. 12.25, 16 മോള് 17 രജിസ്ട്രേഷനിലുള്ള വണ്ടി. അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മുടെ പേരിലോട്ട് മാറ്റാം. സെക്കൻഡ് ആയിട്ടുണ്ട്. അതെ, എത്ര വണ്ടികളത്? ഇത് 2 സംതിങ് കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സർവീസുള്ള വണ്ടിയാണ്. പിന്നെ ഫുൾ ഫിറ്റിംഗ്സ്, ആൻഡ്രോയിഡ് സ്റ്റെപ്പ്, ബ്ലാക്ക് അലോയ് വീൽസ്, പെയിന്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫ്രണ്ട് സ്കേർട്ട് എല്ലാം ചെയ്തിട്ടുള്ള ഇന്നോവ ക്രിസ്റ്റയാണ്. നമ്പറായി നിങ്ങളെ ഫുള്ള് ലോൺ ചെയ്യാം. നമ്പർ ആയതാണ്, ഫുൾ ഓൺ പൈസ ലോണിൽ അറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടിപൊളി ഇന്നോവ ക്രിസ്റ്റൽ വണ്ടി കൊണ്ടുപോകാം. അതെ, അതേമാർക്ക് വീണ്ടും ക്രിസ്റ്റന്റെ 4-5 ഇഞ്ചിണ്ടല്ലോ. അതെ, ഈ ക്രിസ്റ്റ്യാന മോഡൽ ഇത് നമുക്ക് റേറ്റ് വന്നുള്ളത് 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. 17 സിംഗിൾ ഓണർഷിപ്പ്. Z ഓട്ടോമാറ്റിക് 14.5 രൂപ. Z ഓട്ടോമാറ്റിക് 14,50,000 രൂപ. അതെ അതെ. എത്ര ഓടിക്കുന്നത്? ഇത് 2 lakh ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി ഉണ്ട്, സർവീസ് റെക്കോർഡ് ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ്. വേറെ അപാകതകൾ, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. UP 14 അവിടെ മീരറ്റ് RT ഓഫീസാണ് വരുന്നത്. ഹിസ്റ്ററി ഉള്ള വണ്ടി. 14.5 ലക്ഷം രൂപ ചോദിക്കുന്നതാണ്. കുറക്കും ചെയ്യും. ലോൺ ആണെങ്കിലോ? ലോൺ നമുക്കൊരു നമ്പർ ആയിട്ടില്ലെങ്കിലും ഫുൾ ലോൺ കയറും. ആയിട്ടില്ലെങ്കിലും ഫുൾ ലോൺ ഓട്ടോമാറ്റിക് പ്രൊഫൈല്, സിബില്, ബാങ്കിങ്, ഇൻകം പ്രൂഫ്
അതൊക്കെ ഉഷാറാണ്. മാക്സിമം ഫുൾ ഓണാണ്, പൈസ മുടക്കും വേണ്ട. അതെ. എന്നാ അതേമാതിരി വീണ്ടും ക്രിസ്റ്റ്യാണല്ലോ 2018-19 റേറ്റ് 15.45. 18 മോള് 19 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് സെറ്റ് ഓട്ടോമാറ്റിക് 15.30 15.45 16.30 ആസ്കിങ്. അതെ 15.45 വണ്ടി നമ്മൾ കൊടുക്കൂല. അതെ അതെ നല്ല സെറ്റ് ഓട്ടോമാറ്റിക് 1 2 3 4 5 സെറ്റ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റകളുണ്ട്. അത് ഹിസ്റ്ററി സർവീസ് ഫുൾ ഹിസ്റ്ററി ഉള്ള 1,40,40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിങ്ങളെ പേർക്ക് മാറിയില്ലേ? അവിടെ പേര് മാറാൻ കൊടുത്തിട്ടുണ്ട്, ചിലപ്പോ മാറിയിട്ടേ കിട്ടും. അതെ സീറ്റ് കാര്യങ്ങള് അതേപോലെ ടയർ കാര്യങ്ങൾ എല്ലാം ഉഷാറാണ്. 4 പഞ്ചാബ് പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. NOCക്ക് ഡിലേ വരുന്ന കാരണം നമ്മളെ പേര് മാറാൻ കൊടുത്തിട്ടുണ്ട്. അതെ അങ്ങനെ പെട്ടെന്ന് മാറല്ലേ? അതെ ഇതേ ലോൺ ഫുൾ ഓണാണ്. NOC നിങ്ങൾ എടുത്തു കഴിഞ്ഞാലേ ഫുൾ ഓൺ കിട്ടുള്ളൂ. പഞ്ചാബിൽ NOCക്ക് ചെറിയ ഡിലേ ഉണ്ട്, നമ്മൾ NOCക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. NOC എടുത്തു കഴിഞ്ഞാൽ ഫുൾ ഓണില് വണ്ടി 3 ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ പേർക്ക് NOC മാറ്റിയെടുക്കാം. 3 ദിവസം നമ്മളെ പേർക്ക് അടിക്കാം. അതേമാതിരി വീണ്ടും ക്രിസ്റ്റ്യാണല്ലോ ക്രിസ്റ്റ 18-19. ഇത് ഗ്രേ കളറാണ്. 18-19 ഇതും ഒറിജിനൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സെഡ് ഓട്ടോമാറ്റിക് ആണ്. 18 മോളില് 19 രജിസ്ട്രേഷൻ 2.8 ഓട്ടോമാറ്റിക് സെറ്റ് ആണ്. ഫുള്ള് ലോൺ ഇതും കിട്ടും. ഇത് ഫുള്ളാണ്. ലെതറിന്റെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ? അതെ അതെ. സെഡ് ഓട്ടോമാറ്റിക് ആണ്. 18 മോളില് 19 രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ. ഇത് എത്ര ഓടിയിരുന്നാല്? ഇതും 2 lakh ഓടിയിട്ടുള്ളത്. 60 ഓടിയിട്ടുള്ളത് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി, സർവീസ് ഉള്ള വണ്ടിയാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് ടയോട്ടന്റെ വണ്ടി 10 ലക്ഷം എല്ലാ വണ്ടിയും പ്രൈവറ്റ് വെഹിക്കിളാണ്. ടാക്സിയിൽ ഓടിയ വണ്ടികളല്ല, കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇത് 1 1 10 1 20 ആക്കി വെക്കാൻ 600 700 ആക്കാൻ പറ്റും. പക്ഷെ നമ്മളൊന്നും ചെയ്യില്ല. നമുക്ക് ലോൺ ഫുള്ള് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവും ചില വണ്ടിയിൽ. അത് ചിലത് അവിടെ തന്നെ കിലോമീറ്റർ തിരിച്ചു വന്നാലും ഹിസ്റ്ററിയിൽ ഒരു മാറ്റവും വരുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നമ്മളടുത്ത് ഇപ്പൊ ഒരു 10-15 ക്രിസ്റ്റകൾ മൊത്തം ഈ സ്റ്റോക്ക് ഉണ്ട്. അത് നമ്മൾ ചില വണ്ടികൾ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളുണ്ട്. ആ 3 ഏരിയയിൽ ഇതൊക്കെ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. മാക്സിമം വേണം. അതായത് സിബില്, ബാങ്കിങ്, ഇൻകം പ്രൂഫ്. സിബിൽ ചെക്ക് ചെയ്യണമെങ്കിൽ 2 ആധാർ കാർഡ്, ആധാർ കാർഡിന്റെ 2 ഭാഗം, പാൻ കാർഡിന്റെ ഫോട്ടോ കിട്ടിയാൽ സിബിൽ ചെക്ക് ചെയ്യാം. ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് അയച്ചെന്നാൽ നിങ്ങളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അയച്ചെന്നാൽ അതിലും പ്രൊഫൈൽ ഒക്കെ കഴിഞ്ഞാൽ കിട്ടും, അറിയാൻ പറ്റും. അത് നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് വിളിച്ചാൽ പെട്ടെന്ന് സാധനം കൊടുക്കാം. അതേമാതിരി വീണ്ടും ക്രിസ്റ്റ്യാനെ സിൽവർ കളർ ഇത് 2021 മോഡല്. 21 മോഡൽ ക്രിസ്റ്റ്യാനല്ലേ? മോഡല് 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഇതുകൊണ്ട് അല്ലെങ്കിൽ പോലും ഫുൾ ഫിറ്റിംഗ്സ് ചെയ്തോണ്ടില്ലേ? 2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ചെയ്ത HR രജിസ്ട്രേഷൻ ക്രിസ്റ്റ്യാൻ ഈ കിടന്ന മോഡല് ഫുള്ള് ലോൺ ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളാണ്. ഇനി വേണമെങ്കിൽ ക്യാഷ് ബാക്കും ചെയ്ത് കൊടുക്കാം. അതാരുണ്ട്? ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാം. ഫുൾ ലോണും കൊടുക്കാം. 2019-20 21 ലാസ്റ്റ് വണ്ടി. അതെ അടിപൊളി സീറ്റ് കാര്യങ്ങളെല്ലാം ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുള്ള വണ്ടി. ക്യാഷ് ബാക്കിൽ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയ്ക്ക് ക്യാഷ് ബാക്ക് ചെയ്യാം. അത് വേറെ കൊടുക്കാം. 3 ലക്ഷം രൂപ ക്യാഷ് ബാക്ക്. അതെ അടവിനുള്ള കായ് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് വേറെ തരാം. നിങ്ങളെ പ്രൊഫൈൽ മാക്സിമം നിങ്ങളൊക്കെ ഇറക്കേണ്ടി വരും, തിരിച്ചിറക്കേണ്ടി വരും. പാത്താക്കാൻ പറ്റൂല. അപ്പൊ വേറെ അപാകത റീപ്ലേസ് ഒന്നുമില്ല. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര 1660 1660 19 രൂപ 20 രൂപ ലോൺ കിട്ടും. 2 ലക്ഷം രൂപ ലോൺ 22 ലക്ഷം. അപ്പൊ 3-4 അല്ലല്ലേ? ടാക്സ് അടച്ചാൽ തന്നെ നമുക്ക് ഇവിടെ 2 ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ തന്നെ നിങ്ങൾക്ക് എത്ര രൂപന്റെ മുകളിൽ ലാഭമുണ്ട്, അത്രയും വ്യത്യാസങ്ങളുണ്ട്. ഉണ്ടല്ലേ? നിങ്ങളെ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ? അതെ ഫുൾ ഓൺ ആണ്, പൈസ മുടക്കേണ്ട. അതേ മാർഗം WRV ഉണ്ടല്ലോ 2018 മോഡല് WRV ഡീസല് ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർ ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ്. സെക്കൻഡ് ഓൺഷിപ്പ് നല്ല കിടല വണ്ടിയില്ലേ? അതെ അതെ. ഹോണ്ടന്റെ വണ്ടിയാണ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടോ? ഡീസൽ നല്ല മൈലേജ് ഉള്ള വരും മൈലേജ് 18 മോഡല് സൺറൂഫും കാര്യങ്ങളും 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വാഹനം നമ്മുടെ റേറ്റ് 490 VX ഫുൾ ഓപ്ഷൻ ഡീസലാണ്. നമ്പർ ആയിട്ടാണെങ്കിൽ 5.5 ലക്ഷം രൂപ 5.25 ഉള്ളിൽ നമ്പർ ആക്കിയിട്ട് കേരള നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കും. നമ്പർ ആക്കാതെ അങ്ങനെ കൊടുക്കും. അതെ അതെ. ഇത് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് വേറെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കേട്ടോ. സർവീസ് ഒക്കെ 2020 ഗ്ലാസ് മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? നല്ല വൃത്തിയിലാണ്. ഇത് ലോൺ ലോണ് നമുക്ക് NOC പേരിൽ ഇഷ്യൂ ആയ ഫുള്ള് ലോൺ. NOC ആയി കഴിഞ്ഞാൽ ഫുൾ ഓൺ ആണ്. അല്ലെങ്കിൽ ചെറിയൊരു 10,000 മുടക്കിൽ വണ്ടി ഇറക്കും. 20 മേലെ ഡീസലിന്റെ മൈലേജും കിട്ടും. സൺറൂഫിൽ കുട്ടികൾക്ക് തലട്ട് പോകാനും പറ്റും. അതെ നമ്പറിൽ വിളിച്ചോളൂ അല്ലേ?
ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇപ്പോൾ ഈ ചെറുവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിൽ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടൻ്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകണം. നമുക്ക് പഠിത്തല്ല അടിപൊളി വീഡിയോയുമായി വിടുങ്ങണം.